നോക്ക്, ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്യണം കേട്ടോ. വേഗം വാ, പോയി നോക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന്. അവിടെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, നീ വാ, നമുക്ക് പോയി സമൂസ കഴിക്കാം. നിനക്ക് സമൂസ അല്ലാതെ വേറെ ചിന്തയൊന്നും ഇല്ലല്ലോ. നിന്നെ കൊണ്ട് തോറ്റു. വാ ഇങ്ങോട്ട്. യമോരെ, ഈ റിങ്ങിനകത്ത് കൂടി അപ്പുറത്തേക്ക് ചാട്. കൊള്ളാം. യമോരെ, ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു സല്യൂട്ടും നമസ്കാരവും ഒരു ഷേക്ക് ഹാൻഡും കൊടുത്തിട്ട് വാ. ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണല്ലേ. വരൂ, നമുക്ക് ഇവരെ പോലെ കോപ്രായം കാണിച്ച് കാശുണ്ടാക്കാം. അതിന് കൊരങ്ങൻ എവിടെ? അതിനിപ്പോ നമ്മൾ എവിടെ പോയിട്ടാ കൊണ്ടുവരാന്നൊന്ന് ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഇത് കണ്ടില്ല ചങ്കേ, മൂട്ട് ശരിക്കും കുരങ്ങനെ പോലെയായി. ഈ ഡ്രസ്സിന് കട്ടിയുള്ളത് കൊണ്ട് ഒരിക്കലും ഊരി പോവുകയുമില്ല. ഞാൻ എന്തിനാ കുരങ്ങിന്റെ വേഷം ഇടുന്നേ? നിങ്ങൾ കിട്ടൂടെ? എന്റെ മോട്ടോ, എന്നെ പോലെ മെലിഞ്ഞുണങ്ങിയ കൊരങ്ങനെ ആരും കാണാൻ വരില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കും പറ? നിന്നെ പോലെ സുന്ദരനും സുമുഖനും സുശീലനും കോമളനുമായ ഈ കൊരങ്ങനെ കാണുമ്പോ എല്ലാവരും ഇഷ്ടപ്പെടും. നീ എന്തായി കാണിക്കുന്നേ? മോട്ട് പത്തു പൊളിക്കടുത്തല്ലോ. ഇതിനെ കാണാൻ ശരിക്കില്ല കൊരങ്ങനെ പോലെ ഉണ്ട്. നിന്റെ കളി കാണാൻ ഞാനും എന്തായാലും വന്നിരിക്കും. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ സഹോദരി സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കൊരങ്ങന്മാരുടെ രാജാക്കന്മാരിൽ രാജാവായ ഈ കൊരങ്ങൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു കളി നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. അവിടെ കണ്ടോ വലിയൊരു കൊരങ്ങൻ? നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാം, നല്ല രസമായിരിക്കും. എന്നാ കൊരങ്ങ കളി തുടങ്ങിക്കോ. എന്റെ കൊരങ്ങ, എന്താ ഇത്? ഇത്രയും ആൾക്കാർ നിന്നിവിടെ കാണാൻ വന്നപ്പോ ഒരു നമസ്കാരം പോലും പറയാതെ സല്യൂട്ട് പോലും അടിക്കാതെ നിൽക്കുന്ന ഇതൊട്ടും ശരിയല്ല. വേഗം മാപ്പ് പറ. കൊരങ്ങ, ആ റിങ്ങിലൂടെ എടുത്ത് ചാട്. കൊരങ്ങ, വേഗം സൈക്കിൾ ചവിട്ടി കാണിച്ചു കൊടുക്ക്. കൊരങ്ങ, സൈക്കിൾ എല്ലാവരും ഓടിക്കുന്നതാണ്. മോട്ടോർ സൈക്കിൾ ഓടിച്ച് കാണിക്ക്. എന്റെ അമ്മോ, അത് സർക്കാരിന്റെ മോട്ടോർ ബൈക്കാണ്. കൊരങ്ങ നിക്ക്. എടോ കൊരങ്ങ, അവിടെ നിക്കാൻ. ഇനി അവസാനത്തെ കളിയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള സമൂസ മേലേക്കെറിയ. നിങ്ങൾ നോക്കിക്കോ, ഒരു സമൂസ പോലും താഴേക്ക് വീഴില്ല. എന്തേത്? കണ്ടോ, അവനൊരു മുഖം മൂടി വെച്ച കള്ളനാ. പോയി അവനെ മാന്തി മാന്തി കീറി പറിച്ചിട്ട് വാ. എന്നെ വിടൂ, എന്തായി കാണിക്കുന്നേ? എന്നെ വിടൂ, എന്നെ വിടൂ. ഡ്യൂപ്ലിക്കേറ്റ് കൊരങ്ങ ഇപ്പൊ എങ്ങനെയുണ്ടാ? വാടാ മോനെ.
എന്റെ ദൈവങ്ങളെ, ഈ കുരങ്ങൻ എന്നെ വല്ലാതെ മാന്തി കളഞ്ഞല്ലോ. നീ ഇപ്പൊ എന്തിനാ മുഖത്തുനിന്ന് ആ മുഖംമൂടി അഴിച്ച് മാറ്റിയേ? അതുകൊണ്ടല്ലേ അവന് മനസ്സിലായത് നീ ഡ്യൂപ്ലിക്കേറ്റ് കുരങ്ങനാണെന്ന്. അല്ലെങ്കിൽ അവൻ ഇത്രയും വലിയൊരു കുരങ്ങനോടെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ആ മുട്ട് പെട്ടെന്ന് നീ മുഖം മൂടി എടുത്ത് വെക്ക്. നിക്ക്, അവിടെ നിക്ക്. കൊരങ്ങന്മാരെ പിടിക്കുന്നതും അതിനെ വെച്ച് കളിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ്. ആ കൊരങ്ങനെ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ എല്ലാവരും നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോകൂ. ഓടിക്കോ. നിക്കവിടെ. നിങ്ങൾ എല്ലാവരും പോലീസ് 4 വശത്തു നിന്ന് വളഞ്ഞിട്ടുണ്ട്. ഓടാതിരിക്കുന്നതാ നല്ലത്. എവിടുന്നാ വളഞ്ഞിരിക്കുന്നത്? ഏത് വശത്തു നിന്നാണ് വളഞ്ഞിരിക്കുന്നത്? നമ്മൾ ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. ഓടിക്കോ. നിക്ക്, എനിക്ക് ഡ്രസ് ഊരാൻ പറ്റുന്നില്ല. സിപ്പ് പൊട്ടിപ്പോയി. സിപ്പൊക്കെ നമുക്ക് പിന്നെ തുറക്കാം. തൽക്കാലം ഓടിക്കാം. ദേ നോക്ക്, എന്ത് വലിയൊരു കൊരങ്ങനാ. ഏയ്, കൊരങ്ങ, നിക്ക്. നിൽക്കാനല്ലേ പറഞ്ഞ്? നിയമമാണ് സത്യം. നിൽക്കാൻ. ഏയ്, monkey, stop in the name of law. ഏയ്. ആ കൊരങ്ങൻ എന്താ സൈക്കിൾ ഓടിക്കുന്നേ? അതിനെ പിടിച്ചോണ്ട് വന്നാ പിന്നെ സൂവിന്റെ ടിക്കറ്റ് 100 രൂപയാക്കാം. തനിക്ക് അറിയോ, ആ കൊരങ്ങൻ മോട്ടോർ ബൈക്ക് ഓടിക്കും. അവൻ എന്റെ ബൈക്കാണ് എടുത്ത് ഓടിച്ചത്. അങ്ങനെയാണെങ്കിൽ സൂവിന്റെ ടിക്കറ്റ് 200 ആക്കി കളയാം. ഞാനിത് എങ്ങനെയാ രക്ഷപ്പെടുക? എന്റെ ദൈവങ്ങളെ, ഈ ഒരു പ്രാവശ്യം എന്നെ രക്ഷിക്ക്. ഇനി ഒരിക്കലും ഞാൻ കുരങ്ങനാവില്ല. നല്ല മണം. ചേട്ടാ, കുറച്ച് സമൂസ കഴിക്കാൻ തരുവോ? ഓടി ഓടി തളർന്നു പോയിട്ടാ. ദൂരെ പോ. അല്ല, ഇത് ഞാനാ മോട്ടു. കൊരകൻ ആരെങ്കിലും രക്ഷിക്കണേ. ചിങ്കം സാർ അത് നോക്കിക്കേ, ഈ കൊരങ്ങൻ സംസാരിക്കുന്നുണ്ട്. എന്ത്? അത് സംസാരിക്കുകയും ചെയ്യൂ? അങ്ങനെയാണെങ്കിൽ സൂവിന്റെ ടിക്കറ്റ് ഞാൻ 1000 രൂപയാക്കി മാറ്റും. എന്റെ അമ്മോ, ഈ സ്വപ്നം കാണുന്നു നിർത്ത്. എന്നിട്ട് അതിനെ പിടിക്കാനുള്ള വഴി എന്തെല്ലാം ആലോചിക്ക്. സമോസ തിന്നുന്ന കൊരങ്ങനെ കണ്ടില്ലേ? എല്ലാവരും ശ്രദ്ധിക്കൂ. ആരാണോ ആ വലിയ കൊരങ്ങനെ പിടിച്ചു തരുന്നത് അവർക്ക് 10,000 രൂപ പ്രതിഫലം നൽകുന്നതാണ്. വേണ്ട. ഈ വലിയ കൊരങ്ങനെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈറ്റ് ഷോയും കൂടി വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ സൂവിന്റെ ടിക്കറ്റ് വീണ്ടും കൂട്ടിയേക്കാം. കൊരങ്ങൻ ചേട്ടാ, ഒന്ന് നിന്നേ. ജോൺ, ഒരു തടിയൻ കൊരങ്ങൻ ഈ വഴിക്ക് പോകുന്നത് നീ കണ്ടിരുന്നോ? അവൻ എന്റെ വാരി അടിച്ചെടുത്തോണ്ടാ പോയത്. ഇത് അങ്ങോട്ടാ പോയത്. വാനും ഓടിക്കാൻ അറിയോ? അങ്ങനെയാണെങ്കിൽ സൂവിന്റെ ടിക്കറ്റ് 2000 ആക്കിയേക്കാം. ഞാൻ കൊരങ്ങനല്ല, ഞാൻ മോട്ടു. എല്ലാ കൊരങ്ങന്മാരും പറയാറുണ്ട് ഞാനൊരു കൊരങ്ങനല്ല എന്ന്. എത്ര ദിവസമായി മോട്ടുവിനെ കുറിച്ച് യാതൊരു വിവരമില്ല. ഒരു ഫോൺ പോലും അവൻ ചെയ്തില്ല. ആരോ പറയുന്നു കേട്ട് സൂല് പുതിയ സംസാരിക്കുന്ന കുരങ്ങൻ വന്നെന്നോ. വാ, നമുക്ക് ആ കുരങ്ങൻ ആരാണെന്ന് നോക്കിട്ട് വരാം. പൊളിച്ചെടുത്തല്ലോ. സംസാരിക്കുന്ന ആ കൊരങ്ങൻ ചിലപ്പോ നമ്മുടെ മോട്ടു തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കൂ. സഹോദരി സഹോദരന്മാരെ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇതാ വലിയ കൊരങ്ങന്റെ അവസാനത്തെ ഷോ ഇതാ കണ്ടോളൂ.
എല്ലാവരും അവരവരുടെ കയ്യിൽ സമോസ റെഡിയാക്കി വെച്ചോളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മേളിലോട്ട് എറിയണം. പിന്നെ കണ്ടോളൂ, ഒരു സമോസ പോലും നിലത്തേക്ക് വീഴുകയില്ല. റെഡി, സ്റ്റഡി ആൻഡ് ഗോ. അതാണോ കാര്യം? ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ മോട്ടു എന്താ തിരിച്ചു വരാതിരുന്നതെന്ന്.